ഹലോ, ഗുഡ് മോർണിംഗ് എവറിബഡി. എൻ്റെ ഈ ചാനൽ ശ്രദ്ധിക്കുന്ന എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ അത് ഹോട്ടൽ മാനേജ്മെൻറ്റ്, ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ്, ഈ പറയുന്ന ഈ സബ്ജക്റ്റ് പഠിക്കണമെന്നുണ്ടെങ്കിൽ, ഈ പ്രൊഫഷൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഒത്തിരിയധികം നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കാൻ വിദ്യാർത്ഥികളിങ്ങനെ ഓടി നടക്കുകയാണ്, എന്ത് വേണം, എന്ത് പഠിക്കണമെന്നൊക്കെയുള്ള. അപ്പോൾ ഇത് നല്ല സ്കോപ്പുള്ള ഒരു പ്രൊഫഷനാണ്. അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചത്. ഹോട്ടൽ മാനേജ്മെൻറ്റിനെ കുറിച്ച് ജനറലായിട്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു ഇതുവരെയുള്ളത്. നിങ്ങൾ കേട്ട് കാണും. എപ്പിസോഡ് 1, 2, 3, 4 വരെയായി. ഇപ്പോൾ 5ാമത്തെ എപ്പിസോഡാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്തൊക്കെയാണ്, അവിടെ ആരൊക്കെയാണ് ഉള്ളത്, എന്താണ് അവരുടെ പിന്നെ ആ ഹോട്ടൽ മാനേജ്മെൻറ്റ് കൊണ്ട് നമ്മൾ നേടുന്നത് എന്താണ്, അത് എളുപ്പമുള്ളൊരു ജോലിയാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ. അപ്പം ഇവിടെ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാനീ പറഞ്ഞു തന്ന പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ പറഞ്ഞല്ലോ. ഫ്രണ്ട് ഓഫീസ് മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, പിന്നെ ഫുഡ് ആൻഡ് ബെവറേജ് പ്രൊഡക്ഷൻ, ഫുഡ് ആൻഡ് ബെവറേജ് സർവീസ്, ഇങ്ങനെ 4 എണ്ണം ഞാൻ പറഞ്ഞു തന്നു ആദ്യം. പിന്നെയുള്ള ചില ആൻസിലറി ഡിപ്പാർട്ട്മെൻറ്റ്, ഓക്സിലറി ഡിപ്പാർട്ട്മെൻറ്റ് എന്നൊക്കെ പറയും അതിനെക്കുറിച്ച്. അതും ഇല്ലാതെ ഈ ഹോട്ടൽ മുന്നോട്ട് പോകാൻ പ്രയാസമാണ്. ഹോട്ടൽ റണ്ണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ എല്ലാം ഒരുമിച്ച് പോയാലേ ആ ഹോട്ടൽ സക്സസ്ഫുള്ളായിട്ട് വരികയുള്ളൂ. ഇപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു, കഴിഞ്ഞ എപ്പിസോഡിൽ, അതായത് റൂംസ് ഡിവിഷൻ എന്ന് പറഞ്ഞ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ചില ഹോട്ടൽസ്, വലിയ ഹോട്ടൽസൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം ഈ ഹൗസ് കീപ്പിങ്ങും ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഒരുമിച്ച് പോകാൻ വേണ്ടിയിട്ടാണ് റൂംസ് ഡിവിഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കിയിട്ട് അവിടെ റൂംസ് ഡിവിഷൻ മാനേജറാണ് അത് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ കീഴിലായിട്ട് വരിക്കും ഫ്രണ്ട് ഓഫീസ് മാനേജരും എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറും അവരുടെ കീഴിൽ, അദ്ദേഹത്തിൻ്റെ കീഴിലായിട്ടേ വരുള്ളൂ. അപ്പം പക്ഷേ അതിൻ്റെ ആ അഡ്വാൻറ്റേജ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 2 ഡിപ്പാർട്ട്മെൻറ്റുകളെ ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോട്ടലിന് നല്ല പേരുണ്ടാവും. കാരണം ഞാനതിൻ്റെ കാരണം ഇന്നലെ പറഞ്ഞായിരുന്നു. അതായത് ഈ ഹോട്ടൽ റൂംസ് നമുക്ക് കൊടുക്കേണ്ട സമയത്ത്, എന്താ വെച്ചാൽ അറൈവൽ നമുക്കൊരു ലിസ്റ്റ് തന്നെ ഫ്രണ്ട് ഓഫീസ് മാനേജർ അത് റെഡിയാക്കി തരും നമുക്കത്. അത് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറെ ഏൽപ്പിക്കുന്നത്. അതനുസരിച്ച് റൂംസ് എല്ലാം റെഡിയാക്കി ഇടണം. അപ്പോൾ ഈ 2 ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ, ഫ്രണ്ട് ഓഫീസും ഹൗസ് കീപ്പിങ്ങും തമ്മിൽ എന്തെങ്കിലും ഒരു ഉരസലുണ്ടെങ്കിൽ, കുഡ് ബി, മനുഷ്യൻ്റെ കാര്യമല്ലേ. അപ്പോൾ പിന്നെ അവിടെ ചില ഡിലേകളൊക്കെ വന്നിരിക്കും. റൂംസ് ഓക്കെ അല്ല, ഗസ്റ്റ് വന്നിരിക്കുന്നു. ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റൂംസ് ഡിവിഷൻ എന്നുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കുന്നത്, അണ്ടർ ദി റൂംസ് ഡിവിഷൻ മാനേജർ. അപ്പോൾ അദ്ദേഹം അത് കാര്യങ്ങൾ നിയന്ത്രിച്ചോളും. എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ അത് കോർഡിനേറ്റ് ചെയ്തോളും. അപ്പോൾ ഗസ്റ്റുകൾ വരുമ്പോൾ അവർ സഫർ ചെയ്യത്തില്ല. അവിടെ ഒരു റൂം കിട്ടാൻ വേണ്ടിയിട്ട് അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക, അതങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഗസ്റ്റ് ക്ഷീണിച്ച് വരുന്ന ഒരാളായിരിക്കും. അത്യാവശ്യം റൂമിൽ കയറി ചെക്ക് ഇൻ ചെയ്യേണ്ട ആളാണ്. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാകും. അത് ഞാൻ പ്രത്യേകം ഒന്നുകൂടി എടുത്തു പറയണമെന്ന് ഞാൻ വിചാരിച്ചത്. പിന്നെ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ, ചില ആൻസിലറി അല്ലെങ്കിൽ ഓക്സിലറി ഡിപ്പാർട്ട്മെൻറ്റുകളെ കുറിച്ചാണ്. ഓപ്പറേഷനിലാണത്. അതില്ലാതെ പറ്റത്തില്ല. ഉദാഹരണം, ഒരു മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സൂചിപ്പിച്ചതാണ്. ഒരു എഞ്ചിനീയറോ 1, 2 എഞ്ചിനീയേഴ്സ് അതിനകത്ത് കാണും. അവർ ആ മെയിൻ്റനൻസ്, ഹോട്ടലിൻ്റെ മെയിൻ്റനൻസാണ് അവർ നിയന്ത്രിക്കുന്നത്. ഉദാഹരണം, എയർ കണ്ടീഷനിങ്, കാർപ്പൻട്രി, പിന്നെ അതുപോലെ പ്ലംബിങ്, ഇതെല്ലാം എപ്പോഴും ആവശ്യമാണ്. നമ്മുടെ ഒരു വീട്ടിൽ എന്തെല്ലാം കാര്യങ്ങളാണ് എന്ന് പറഞ്ഞ പോലെ ഹോട്ടലിൽ അതിനേക്കാൾ ഇതായിട്ട് ഉണ്ട്. റൂമിൻ്റെ എണ്ണങ്ങൾ കൂടുന്തോറും അത് കൂടിക്കൊണ്ടിരിക്കും അത്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് വളരെ കാര്യമായിട്ട് തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം മെയിൻ്റനൻസ് ആ എഞ്ചിനീയർ അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ്, അവിടെ തന്നെയുള്ള ആളുകൾ, അതിൻ്റെ ആ സ്റ്റാഫ് മെമ്പേഴ്സ് വളരെ കാര്യമായിട്ട് തന്നെ അതൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊരു ഓക്സിലറി ഡിപ്പാർട്ട്മെൻറ്റിൽ പെട്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. വിത്തൗട്ട് ദാറ്റ് യു കനോട്ട് റൺ ദ ഹോട്ടൽ. ഒന്ന്. പിന്നെ ഉള്ളത് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്.
സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഏതൊരു ബിസിനസ്സിനും സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ആവശ്യമാണല്ലോ. നമ്മളുടെ പബ്ലിസിറ്റിയൊക്കെ കൊടുക്കാനായിട്ട് നമ്മുടെ ഹോട്ടലിനെ കുറിച്ചുള്ള പബ്ലിസിറ്റി, നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് റിസർവേഷൻസാണ്. അപ്പം അത് സെൻട്രൽ റിസർവേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞ തന്നെ ഒരു സിസ്റ്റമുണ്ട്. ചിലപ്പം വേറെ ഏതെങ്കിലും സെൻട്രൽ റിസർവേഷൻ CRSൽ നമ്മൾ ജോയിൻ ചെയ്യും. അപ്പം നമുക്ക് കൂടുതൽ റൂംസ് അവർ വഴി കിട്ടും, ആ സെൻട്രൽ റിസർവേഷൻ സിസ്റ്റം വഴി. അപ്പോൾ അതിന് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഒത്തിരിയധികം കാര്യങ്ങൾ അതിനകത്ത് ചെയ്യാനുണ്ട്. അവർ പല കമ്പനികളെ വിസിറ്റ് ചെയ്യാനുണ്ട്, പല ഈ പറഞ്ഞ പോലെ ട്രാവൽ ഹൗസസ് എല്ലാം വിസിറ്റ് ചെയ്യാനുണ്ട്. പിന്നെ അതനുസരിച്ചുള്ള പബ്ലിസിറ്റി കൊടുക്കണം. മാർക്കറ്റിംഗ് എങ്ങനെ നമ്മൾ ചെയ്യുന്നറിയാമല്ലോ. അതിനെല്ലാം ശരിക്കായിട്ടുള്ള ഇത് പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവന്ന ഒരു സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് അണ്ടർ ദ കെയർ ഓഫ് ദ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് മാനേജർ. അദ്ദേഹമാണ്, അല്ലെ അവരാണ് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെയുള്ളത് മെയിൻ്റനൻസ്, ഞാൻ പറഞ്ഞല്ലോ. പിന്നെയുള്ളത് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻറ്റ്. ഒരു ഹോട്ടലിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റ്, അല്ലെങ്കിൽ ഒരു സെക്ഷൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതാണ് നല്ലൊരു സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ ഹോട്ടലിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ആ സെക്യൂരിറ്റിക്കാരവിടെ വന്നിരിക്കും. സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ പെട്ടവരവിടെ വന്നിരിക്കും. എന്തെങ്കിലും ഉദാഹരണത്തിന് പെട്ടെന്നൊരു തീപിടുത്തം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ പിന്നെ ഒരു കൊലപാതകം നടക്കുന്നു, ഹോട്ടലിൽ തന്നെ കൊലപാതകമോ അല്ലെങ്കിൽ ആത്മഹത്യയൊക്കെ ചെയ്യുന്ന ഹോട്ടൽസ് ഉണ്ട്. ചില റൂം എടുത്തിട്ട് ആത്മഹത്യ ചെയ്യാൻ തന്നെ വരുന്ന ആളുകളുണ്ട്. ഞാൻ GM ആയിട്ടിരുന്ന സമയത്ത് ഞാൻ ജോലി ചെയ്തിരുന്ന ഹോട്ടലിൽ ഒരു ഡോക്ടർ എവിടെ നിന്നാണെന്ന് ഞാൻ പറയുന്നില്ല, അദ്ദേഹം റൂം എടുത്തിട്ട് പിന്നെ എന്നെ ആരും ഡിസ്റ്റർബ് ചെയ്യേണ്ട, പിന്നെ ആരും എന്നെ ഡിസ്റ്റർബ് ചെയ്യാനോ റൂംസ് പിന്നെ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള അറ്റൻഡൻസ് ആരും വരണ്ട ഇവിടെ. അതുപോലെ തന്നെ ഫുഡ് ആൻഡ് ബെവറേജ് സർവീസിൽ നിന്നുള്ള റൂം സർവീസുകാരോ ഒന്നും വരണ്ട, ഡോണ്ട് ഡിസ്റ്റർബ് എന്ന് പറഞ്ഞ് അയാൾ കഥ കടച്ചു. പക്ഷേ പിറ്റേ ദിവസം മനസ്സിലാക്കിയത് അയാൾ പിന്നെ ആ റൂം തന്നെ ഉണ്ടായിരുന്നു, പക്ഷെ ഒരു ജഡമായിട്ട് മാറി മരിച്ചുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്മിറ്റഡ് സൂയിസൈഡ്. പിന്നെ ആ കേസിൽ നിന്നും അതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി. കാരണം അയാൾ ഈ ബോൾട്ട് ചെയ്തിട്ടില്ലായിരുന്നു, റൂം ലോക്ക് ചെയ്തില്ല, ഉള്ളിൽ നിന്ന് ലോക്ക് ചെയ്തില്ല. അത് പൊളിച്ച് കയറേണ്ട ഒരാവശ്യം വന്നില്ല. പോലീസിനെ ഇൻഫോം ചെയ്തു. അവർ വന്ന് നോക്കുമ്പോൾ റൂം പൂട്ടിയിട്ടില്ലായിരുന്നു, ഇയാളുടെ ബോഡി അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു വലിയൊരു റിസ്ക് പിടിച്ച ഇടപാടുകളാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ള ചില റിസ്ക്കുകൾ ഹോട്ടൽസിലുണ്ട്. അതൊന്നും നമ്മളിതൊന്നും നോക്കിയിട്ടൊന്നും കാര്യമൊന്നുമില്ല. പിന്നെ ഈ വരുന്ന ആൾക്കാർ എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ലല്ലോ, എന്തുദ്ദേശത്തോടെയാണ് വരുന്നതെന്നും. പിന്നെ അവരുടെ ഐഡൻറ്റിറ്റി നമ്മൾ മേടിച്ച് വെക്കും. ഇന്നത്തെ കാലത്ത് ആധാറാണ്, പിന്നെ ആധാർ കാർഡാണ് നമ്മൾ മേടിച്ച് വെക്കുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡ്രൈവിംഗ് ലൈസൻസോ അങ്ങനെയുള്ള പാസ്പോർട്ടോ. വിദേശീയരൊക്കെയാണെങ്കിൽ പാസ്പോർട്ട് OCI എന്ന് പറഞ്ഞാൽ ഈ വിദേശത്ത് നിന്ന് വരുന്ന അമേരിക്കൻ സിറ്റിസൺഷിപ്പുള്ള ഒരാൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ OCI കൊണ്ടാണ് വരുന്നത്. ഓവർസീസ് ഇന്ത്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OCI, മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു ചെറിയ പാസ്പോർട്ട് വലിയൊരു സംഗതി ഇരിക്കും. അത് അവരുടെ വിസയാണ്, ഇന്ത്യക്കാരാണ്, പക്ഷേ അവരുടെ ഇത് സിറ്റിസൺഷിപ്പ് മാറിപ്പോയി. അതുകൊണ്ട് ആ OCI കാർഡ് ഇല്ലെങ്കിൽ പറ്റത്തില്ല. ഇതൊക്കെ കൊടുത്ത് പിന്നെ റിസപ്ഷനിൽ വന്ന് അത് കൊടുത്ത് അവരത് വെരിഫൈ ചെയ്തിട്ടാണ് അവരെ എടുക്കുന്നത് അവിടെ. സത്യത്തിൽ ഇതൊക്കെ വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇനിയുള്ളൊരു കാര്യം അക്കൗണ്ടിങ് ആണ്. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഓഫീസിൽ തന്നെ ഒരു ക്യാഷ് എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഓഫീസ് ക്യാഷ് എന്ന് പറഞ്ഞൊരു സെക്ഷനുണ്ട്. പക്ഷേ അത് ഇറ്റ് കംസ് അണ്ടർ ദി അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റ്. അമേരിക്കൻ ഹോട്ടൽസൊക്കെ കൺട്രോളർ എന്നാണ് പറയുന്നത്. അക്കൗണ്ട്സിൻ്റെ അക്കൗണ്ട്സ് ഓഫീസറെ കൺട്രോളർ എന്നാണ് പറയുന്നത്, അതിൻ്റെ ചീഫായിട്ടുള്ള ആൾ. ഞാൻ അമേരിക്കൻ ജയിലിലും ജോലി ചെയ്തിട്ടുണ്ട്, ഷെറാട്ടണിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ കാര്യങ്ങൾ എനിക്കറിയാം. അപ്പോൾ ആ കൺട്രോളറുടെ കീഴിലാണ് ഇതെല്ലാം വരുന്നത്. അതിൻ്റെ അകത്തൊരു ചീഫ് കാഷ്യർ ഉണ്ട്, പിന്നെ കാഷ്യേഴ്സ് ഉണ്ട്. അവരാണ് ഈ പിന്നെ ചെക്കൗട്ടുകൾ ഡീൽ ചെയ്യുന്നത്. ചെക്കിൻ അല്ല, ചെക്കൗട്ട്. ചെക്കിൻ ചെയ്യുന്നത് റിസപ്ഷനിസ്റ്റാണ്. ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻസ് എന്നും പറയും അവരെക്കുറിച്ച്. അതാണ് പിന്നെ ഈ ചെക്കിൻ ചെക്കൗട്ടിൽ പിന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ കംപ്ലീറ്റ് ഹോട്ടൽ സംബന്ധമായിട്ടുള്ള എല്ലാ അക്കൗണ്ടുകളും അവരാണ് കൺട്രോൾ ചെയ്യുന്നത്. അതിന് നൈറ്റ് ഓഡിറ്റർ എന്ന് പറഞ്ഞൊരു പോസ്റ്റുണ്ട്. നൈറ്റ് മാനേജരും കാണും, നൈറ്റ് ഓഡിറ്റർ കാണും. നൈറ്റ് ഓഡിറ്റർ അത് കംപ്ലീറ്റ് അന്നത്തെ പിന്നെ
അന്നത്തെ ബിസിനസ് ഉണ്ടല്ലോ കംപ്ലീറ്റ് അത് ഡീല് ചെയ്ത് അയാളത് എന്തെങ്കിലും കറക്ഷൻസൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ചെയ്ത് അത് 0 ആക്കണം അടുത്ത ദിവസത്തേക്ക് എന്ന് പറഞ്ഞാൽ അത് നുള്ളാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ദിവസത്തേക്ക് നമ്മളത് മാറ്റി വെക്കണമല്ലോ. പുതിയ ദിവസമാണ് വരുന്നത്. അപ്പോഴത്തേനും ബാക്കിയുള്ളതെല്ലാം ടാലി ചെയ്ത് അത് ചെയ്യുന്ന ആളാണ് ഈ നൈറ്റ് ഓഡിറ്റർ. നൈറ്റ് ഓഡിറ്റർ ജോലി അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഞാൻ നൈറ്റ് ഓഡിറ്ററായിട്ട് കുറച്ച് നാൾ ജോലി ചെയ്തതാണ്. ഒന്നാമത് നൈറ്റിലുള്ള ജോലിയാണ്. രണ്ടാമത് അത് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഈ പിന്നെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റുകാർ അക്കൗണ്ടിങ്ങിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ കാഷ്യർ ഉദാഹരണത്തിന് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ ഓരോ POS ഉണ്ട്. പിന്നെ ആ POSൽ ആരെങ്കിലും പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യും. അത് കണ്ടുപിടിക്കണം പിന്നെ നൈറ്റ് ഓഡിറ്റർ. അതാണ് ഏറ്റവും വലിയ തൊന്തരവ്. ചിലപ്പോൾ ഒരു 10 പൈസയ്ക്ക് വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ 1 രൂപയ്ക്ക് വേണ്ടിയായിരിക്കും നമ്മൾ കഷ്ടപ്പെടുന്ന നൈറ്റ് ഓഡിറ്റർ. അതൊക്കെ കണ്ടുപിടിച്ച് അത് ടാലി ചെയ്ത് വേണം അടുത്ത ദിവസത്തേക്ക് പ്രവേശിക്കാൻ. അപ്പോൾ ഇതെല്ലാം ഈ അക്കൗണ്ടിങ്ങിൻ്റെ കീഴിൽ വരും. പിന്നെ ഉള്ളത് HR ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇതെല്ലായിടത്തും ഉള്ളതാണല്ലോ, ഏത് കമ്പനികൾക്കും ഉണ്ടല്ലോ HR. ഇപ്പോൾ അല്ല പണ്ട് കാലത്ത് പേഴ്സണൽ PERSONNEL പേഴ്സണൽ അല്ല കേട്ടോ, മറ്റേ പേഴ്സണലല്ല. PERSONNEL എന്ന് പറഞ്ഞൊരു വ്യക്തിപരമായ ആ പേഴ്സണലല്ല, ഇത് പേഴ്സണൽ PERSONNEL ഡിപ്പാർട്ട്മെൻറ്റ്. ഇപ്പം HR എന്നാണ് പറയുന്നത്. അപ്പം ഈ HR അവരുടെ ഒരു മാനേജറുണ്ട്. പണ്ട് പേഴ്സണൽ മാനേജർ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അയാളാണ് പിന്നെ ഹോട്ടലിൻ്റെ കംപ്ലീറ്റ് അവിടെയുള്ള സകല പേഴ്സണലിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത്. അവരുടെ കണക്കുകൾ, അവരെ പിന്നെ പ്രത്യേകിച്ച് അവരെ റിക്രൂട്ട് ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് ജനറൽ മാനേജർ വിൽ ബി ദെയർ ഫോർ ദ റിക്രൂട്ട്മെൻറ്റ്. പക്ഷേ ഈ പേഴ്സണൽ മാനേജർ, ഈ HR മാനേജറാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾ. അയാൾ അഡ്വർടൈസ്മെൻറ്റൊക്കെ കൊടുത്ത് കാൻഡിഡേറ്റ്സിനെ വിളിച്ചു വരുത്തി, അതുപോലെ തന്നെ ഇൻ്റർവ്യൂ എല്ലാം ചെയ്ത് ഒക്കെയാണ് ഇവരെ എടുക്കുന്നത്. അവരുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കി, അവരുടെ നോളജ് ഒക്കെ നോക്കിയാണ് റിക്രൂട്ട് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും GMന് അവിടെ എപ്പോഴും ഒരു ഇതുണ്ട്. GM തന്നെ അവസാനത്തെ വാക്ക് പറയുന്നത് GM ആണ്. പക്ഷേ ഇതിൻ്റെ ഇത് കാര്യങ്ങളെല്ലാം ചെയ്തു വെക്കുന്നത് HR മാനേജറാണ്. അപ്പോൾ അത്രയും മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ ഞാൻ ഈ ഓക്സിലറി അല്ലെങ്കിൽ auxiliary ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചൊന്ന് ഒരു അറിവ് തരികയാണ് നിങ്ങളെയൊക്കെ. ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഇൻട്രൊഡക്ടറി പിന്നെ ആയിട്ടുള്ള വീഡിയോകളാണ്, ഇൻട്രൊഡക്ടറി എപ്പിസോഡുകളാണ് ഇതെല്ലാം വീഡിയോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കേട്ട് മനസ്സിലാക്കി ഹോട്ടൽ മാനേജ്മെൻറ്റിൻ്റെ സ്കോപ്പ് എന്താണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് തീർത്ത് പറയാം, നിങ്ങൾ ജോലിയില്ലാതെ ഇരിക്കത്തില്ല. ബുദ്ധിമുട്ട് പിടിച്ച ഒരു ജോലിയാണിത്. പക്ഷേ അത് നമ്മൾ ഇൻട്രസ്റ്റ് എടുക്കണം. ഒത്തിരി ജനങ്ങളുമായിട്ട് നമ്മൾ മിങ്കിൾ ചെയ്യുന്ന VIP-കളൊക്കെ ആയിട്ട് ഒത്തിരി പേരുമായിട്ട് നമ്മൾ മിങ്കിൾ ചെയ്യുന്ന ഒരു പ്രൊഫഷനാണിത്. അതുകൊണ്ട് നമ്മളത് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നമുക്കതുകൊണ്ട് പ്രയോജനം ഉണ്ടാവും. നമുക്ക് ജോലി ചെയ്യാം. അതിനകത്ത് തന്നെ ജോലി കയറ്റങ്ങളുണ്ട്. നമുക്ക് പടിപടിയായിട്ട് ഉയർന്നു വരാനൊക്കെയുള്ള നമ്മുടെ കഴിവ് പോലെ ഇരിക്കും കേട്ടോ. അതിനുള്ള എല്ലാ സാധ്യതകളും ഉള്ള ഒരു പിന്നെ പ്രൊഫഷനാണ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെൻറ്റ്. താങ്ക് യു. ഇന്നത്തേക്ക് ഞാൻ നിർത്തുകയാണ്. ഇനി അടുത്ത എപ്പിസോഡിൽ ഞാൻ പറയും. താങ്ക് യു സോ മച്ച്.